റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല കടയടപ്പ് സമരത്തിലേക്ക് ഈ മാസം 27 മുതൽ സംസ്ഥാന വ്യാപകമായി റേഷൻ കടകൾ അടച്ചിടും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരി സംയുക്ത സമിതിയാണ് സമരത്തിന് ആഹ്വാനം നൽകിയത്. റേഷൻ വ്യാപാരികളുടെ വേതനം പരിഷ്കരിക്കുക, കമ്മീഷൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ വ്യാപാരികൾ കടയടച്ച് പ്രതിഷേധിക്കുന്നത്. ജനുവരി 27 മുതൽ അനിശ്ചിതകാലത്തേക്കാണ് സമരം. പലതവണ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും റേഷൻ വ്യാപാരികളുടെ ആവശ്യങ്ങളിൽ നടപടിയുണ്ടായില്ല. അവഗണന തുടരുന്ന സാഹചര്യത്തിലാണ് കടകൾ അടച്ചിടാൻ തീരുമാനിച്ചത്. 2018 പ്രഖ്യാപിച്ച വേതന പാക്കേജ് അത് അപര്യാപ്തമാണ്. ജീവിക്കാൻ ആവശ്യമായ വേതന പാക്കേജ് ശാസ്ത്രീയമായി പരിഷ്കരിക്കണം, കാലോചിതമായി. ആ ഒറ്റ ഡിമാൻഡാണ്. ഒരു വർഷത്തിലേറെ കാലമായി ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പല വിധത്തിലുള്ള സമരങ്ങൾ ചെയ്തതാണ്. ഒറ്റയ്ക്കും കൂട്ടായും. ആദ്യം ഒറ്റയ്ക്കായിരുന്നു, പിന്നീട് സംഘടിതമായി എല്ലാവരും കൂടി ചെയ്തു. എന്നിട്ടും അനങ്ങാപ്പാറ നയമെടുക്കുന്ന ഈ ഗവൺമെൻറ്, ഞങ്ങൾ ജീവിക്കണ്ടേ? പലരും ആത്മഹത്യയിലേക്ക് തുനിഞ്ഞിരിക്കുമ്പോൾ, പലരും കട നിർത്തിപ്പോകുമ്പോൾ, അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഈ അനിശ്ചിതകാല സമരമല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. റേഷൻ വ്യാപാരികൾ പലതവണ കടയടപ്പ് സമരമടക്കം നടത്തിയതാണ്. ഇതേ തുടർന്ന് പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ ഒരു സമിതിയെയും നിയോഗിച്ചു. എന്നാൽ ഈ സമിതിയുടെ ശുപാർശകൾ നടപ്പാക്കാൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. റേഷൻ വ്യാപാരി സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിൽ എല്ലാ സംഘടനകളും പങ്കെടുക്കുന്നുണ്ട്. സമരം നീണ്ടുപോയാൽ റേഷൻ വിതരണത്തെയും ഇത് ബാധിക്കും. ടോബി ജോൺസൺ, 24, കോട്ടയം.